ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ മുഖത്തെ പാടുകൾ മാറ്റി മുഖം തിളങ്ങാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആയുർവേദ പാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ചെയ്യാനാണെങ്കിൽ നിങ്ങളെ മുഖത്തെ പാടുകൾ നീക്കി മുഖം നല്ലോണം തിളങ്ങാൻ സഹായിക്കുന്ന കുറച്ച് ഫേസ് പാക്കുകൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് കേട്ടോ. ഇത്തരത്തിലൊരു പാക്കിനാണ് നമ്മൾ ഇതിൽ പറയുന്നത്. തികച്ചും നാച്ചുറൽ ചേരുവകൾ ചേർത്തിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാത്ത പാക്കുകളാണ്. അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇവ എന്തെല്ലാമെന്ന് അറിയാം. അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. പാല് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ പാൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മുഖം തിളക്കിയെടുക്കുകയെന്ന് വെച്ചാൽ മുഖത്തെ പാടുകളും അതേപോലെ തന്നെ കലകൾ നീക്കാനും മുഖം നല്ലോണം പാല് പോലെ തന്നെ തിളങ്ങാനും സഹായിക്കും. അതിന് നമുക്ക് വേണ്ടത് പാലിൻ്റെ കൂടെ ചന്ദനം പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ പാല് ചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന നല്ലൊരു സാധനമാണ്. അതേപോലെ തന്നെ തിളക്കം കൂട്ടാനും സഹായിക്കും. ചന്ദനവും പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ചന്ദനം ചർമ്മത്തിന് വളരെ ഗുണകരമായ ഒരു സാധനമാണ്. സാധാരണ ചന്ദനോ അല്ലെ രക്തചന്ദനം ഉണ്ട്, റെഡ് സാൻഡൽവുഡ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുഖത്തെ കലകൾ നീക്കാൻ രക്തചന്ദനം ഏറെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് കുരുവെല്ലാം വന്നിട്ടുള്ള കലകളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തിളപ്പിക്കാത്ത പാലിൽ നല്ല ശുദ്ധമായ ചന്ദനം ചേർത്ത് മുഖത്ത് പുരട്ടാണ് ചെയ്യേണ്ടത്. പുരട്ടിയതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകുക. ഇത് ദിവസവും ചെയ്യുന്നത് ഏറെ ഗുണം നൽകും കേട്ടോ. പിന്നെ പാല് താല്പര്യം ഇല്ലാത്തവർക്ക് പനിനീർ, റോസ് വാട്ടർ ഉണ്ടല്ലോ, അതും ചേർക്കുക. ഓയിലി സ്കിന്നിലുള്ളവരാണെങ്കിൽ റോസ് വാട്ടറാണ് ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാല് കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് തൈര്. തൈര് ഉപയോഗിച്ചിട്ട് എങ്ങനെ മുഖം തിളക്കാമെന്ന് വെച്ചാൽ തൈരിൽ കുറച്ച് കടലമാവുണ്ടല്ലോ, അത് ചേർത്ത് ഒരു പാക്ക് തയ്യാറാക്കിയിട്ട് പുരട്ടുന്നത് വളരെ നല്ലൊരു പാക്കാണ്. തൈര് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വളരെ മികച്ച ഒരു സാധനമാണ്. ഇത് നമ്മളെ ചർമ്മത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കലകൾ നീക്കാനും ചർമ്മം തിളങ്ങാനും തന്നെ നല്ലതാണ്. പിന്നെ തൈരിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ തൈരിലെ ലാക്റ്റിക് ആസിഡ് ചർമ്മത്തിൻ്റെ നിറം കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇരട്ടി മധുരം ഉണ്ടല്ലോ, തൈരിൽ കുറച്ച് ഇരട്ടി മധുരം ചേർത്ത് പുരട്ടുന്നതും നമ്മളെ ഈ കരിമാങ്കല്യം പോലത്തെ കറുത്ത പാടുകളെല്ലാം മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും എല്ലാം നല്ലൊരു വഴിയാണ് കേട്ടോ. ഇത് മുഖത്തിലെ കലകൾ അകറ്റിയിട്ട് ചർമ്മത്തിന് നിറവും തിളക്കവും നൽകും. പിന്നെ അടുത്തൊരു സാധനമാണ് നമ്മളെല്ലാവരുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നിങ്ങൾ കടയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങുന്ന ആ മഞ്ഞൾപ്പൊടിയല്ല, വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി, അല്ലാന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇതുപോലെ തന്നെ കടലമാവിൽ ചേർത്ത് അല്പം പാലോ അല്ലെങ്കിൽ തൈരോ നിങ്ങളെ സ്കിന്നിന് സൂട്ടാകുന്നത് എന്തെന്നാന്ന് വെച്ചാൽ ഇട്ട് ചേർത്തിട്ട് മുഖത്ത് പുരട്ടുന്നത് ചർമ്മം തിളങ്ങാനും അതേപോലെ തന്നെ ചർമ്മത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പാടുകൾ നീങ്ങാനും സഹായിക്കുന്ന നല്ലൊരു പാക്കാണ്. മഞ്ഞളിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഇത് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ മുഖക്കുരു പാടുകളും മറ്റും നീങ്ങാനും ചർമ്മത്തിൻ്റെ പ്രായക്കുറവിനും ഏറെ ഗുണം നൽകുന്ന ഒന്നാണ്. ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ. നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുറത്തുനിന്ന് പാക്കറ്റിൽ വാങ്ങുന്നത് ഉപയോഗിക്കാൻ പാടില്ല. ഈ മഞ്ഞളിൻ്റെ കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾ എടുക്കുക, അതിൽ 1 ടീസ്പൂൺ തേനും 2 ടീസ്പൂൺ പാലും റോസ് വാട്ടറും ചേർത്ത് മുഖത്ത് പുരട്ടിയാൽ അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. ചർമ്മത്തിന് നിറം നൽകാൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങളെ വീട്ടിലെല്ലാം ഉണ്ടാവും ആര്യവേപ്പില. ആര്യവേപ്പില എന്ന് പറയുന്നത് ഭയങ്കര ഗുണമായിട്ടുള്ളൊരു ഇലയാണ്. അപ്പോൾ അതിൽ മുൾത്താണി മിട്ടി ഉണ്ടല്ലോ, ഫുള്ളേഴ്സ് എർത്ത് എന്ന് പറയും അതിന്, മുൾത്താണി മിട്ടി എല്ലാ അങ്ങാടിപ്പിടിയിലെല്ലാം അത് കിട്ടും. അതിലേക്ക് ഈ ആര്യവേപ്പില അരച്ചിട്ട് ഒരു പാക്ക് തയ്യാറാക്കുന്നത് നല്ലതാണ്. ആര്യവേപ്പില മുഖത്ത് ചർമ്മത്തിലുണ്ടാക്കുന്ന അലർജികളുണ്ടല്ലോ, അലർജികൾ പോകാനും മുഖക്കുരു പോകാനും എല്ലാം നല്ലൊരു മരുന്ന് തന്നെയാണ്. ഈ വേപ്പില പാക്കിന് നിങ്ങളുടെ മുഖത്തിൻ്റെ തിളക്കം തിരികെ നൽകാൻ, അതായത് നിങ്ങൾ ആദ്യം കുറച്ച് കളറുള്ളവരാണെങ്കിൽ വെയിലെല്ലാം അടിച്ച് പോയ ആ ഒരു കളറ് തിരിച്ച് പിടിക്കാനും ചർമ്മത്തിലെ പല പ്രശ്നങ്ങൾക്കെതിരെ പോരാടാനും കഴിവുള്ള ഒരു അടിപൊളി ആയുർവേദിക് ഫേസ് പാക്കാണിത്. അതുപോലെ ഈ ഫുള്ളേഴ്സ് എർത്ത് എന്ന് പറയുന്ന ഈ മുൾത്താണി മിട്ടി ചർമ്മത്തിന് ആഴത്തിൽ വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ചർമ്മം തിളങ്ങാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. കറുത്ത പാടുകൾ കുറക്കാനും ചർമ്മത്തിലെ നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് അവരുടെ ആ എണ്ണ നീക്കം ചെയ്യാനും അധികമായിട്ടുള്ള എണ്ണ നീക്കം ചെയ്യാനും സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് മുൾത്താണി മിട്ടി. ഈ മുൾത്താണി മിട്ടി ആര്യവേപ്പില അരച്ചതും ചേർത്ത് മുഖത്തിട്ടാൽ ഇതിൽ പനിനീറും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഈ ഒരു ഗുണങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഞാനിപ്പം പറഞ്ഞ എല്ലാ സാധനങ്ങളും എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ റോസ് വാട്ടറും അതേപോലെ തന്നെ ഈ മുൾത്താനി മിട്ടിയെല്ലാം എല്ലാവരുടെ വീട്ടിൽ അങ്ങനെ കിട്ടാത്തൊരു സാധനം എന്ന് പറയുന്നത്. അത് ഷോപ്പുകളിലെല്ലാം വളരെ സുലഭമായി വളരെ ചെറിയ പൈസക്ക് കിട്ടുന്ന സാധനം തന്നെയാണ്. എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. അല്ലാണ്ട് അടി കിട്ടാത്ത സാധനമൊന്നുമല്ല. ഇനിയിപ്പോൾ ഷോപ്പിൽ പോയി വാങ്ങാൻ പറ്റാത്തവർക്ക് ഓൺലൈനിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ടും പറ്റും. അതിൻ്റെ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മിത്രന്നൊക്കെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വളരെ ചെറിയ റേറ്റേ ഉള്ളൂ റോസ് വാട്ടറിൽ. നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത്തരം സാധനങ്ങൾ, അതായത് ഗ്ലിസറിന്, റോസ് വാട്ടർ, മുൾത്താനി മിട്ടി, കസ്തൂരി മഞ്ഞൾ ഇതെല്ലാം വാങ്ങി നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാന്നാണെങ്കിൽ വലിയ വില കൊടുത്തിട്ട് വാങ്ങുന്ന ക്രീമിന് സമയവും പൈസയും എല്ലാം കളഞ്ഞ് ഒരു റിസൾട്ട് ഇല്ലാത്തതിലും നല്ലത് ഇതുപോലെയുള്ള ആയുർവേദിക് പാക്കുകൾ തയ്യാറാക്കി തേക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത് എല്ലാ പാക്കും എല്ലാവരും ഇടണം എന്നല്ല, നിങ്ങളെ സ്കിൻ ടൈപ്പിന് സൂട്ടാകുന്ന ഏത് പാക്കാണോ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാന്നാണെങ്കിൽ ഉറപ്പായിട്ടും അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.